കൊച്ചി വാട്ടർ മെട്രോയുടെ മട്ടാഞ്ചേരി വെല്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 38 കോടി രൂപ ചെലവഴിച്ചാണ് ടെർമിനലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ മലയാളിക്കും ഇത് അഭിമാന നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വാട്ടർ മെട്രോയുടെ 2 ടെർമിനലുകൾ കൂടി കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മട്ടാഞ്ചേരി, വെല്ലിംഗ്ടൺ ഐലൻഡ് എന്നീ ടെർമിനലുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 38 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കേരളത്തിൽ ഒരു കാലത്തും നടക്കില്ല എന്ന് കരുതിയ പല പദ്ധതികളും പൂർത്തിയായെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ മേഖലയുടെ പ്രാദേശിക വികസനത്തിൽ കൊച്ചി വാട്ടർ മെട്രോ ഗണ്യമായ സംഭാവന നൽകുകയാണ്. ഇതേ മാതൃകയിൽ സർവീസ് ഒരുക്കാൻ ആഗ്രഹിക്കുന്നതിനുള്ള പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംസ്ഥാന സർക്കാരുകൾ, പല ഭരണ സംവിധാനങ്ങൾ നമ്മെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടക്കൊച്ചി, കടമക്കുടിയടക്കം വിവിധയിടങ്ങളിൽ വാട്ടർ മെട്രോയുടെ നിർമ്മാണം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ പൂർത്തിയായെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മലേഷ്യ പോലുള്ള വിവിധ രാജ്യങ്ങൾക്ക് വാട്ടർ മെട്രോ മാതൃകയാണെന്ന് KMRL ലോക്നാഥ് ബെഹ്റയും പറഞ്ഞു. ഈ പ്രൊജക്റ്റ് ഇപ്പോൾ എല്ലാ സ്റ്റേറ്റ് നടപ്പാക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. മലേഷ്യ അവർ പറയുന്നത് പെനാങ്ങിൽ നമുക്ക് ചെയ്യണം. പെനാങ് കംപ്ലീറ്റ് ഐലൻഡാണ്. അപ്പോൾ അത് കൊച്ചി മെട്രോ തന്നെ ചെയ്യണം. അതാണ് പ്രത്യേകത. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഒരു ടൈപ്പ് റെക്കഗ്നിഷനാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ്, നമ്മുടെ ടെക്നോളജി, നമ്മുടെ ഇന്നോവേഷൻസ് എല്ലാം അവർ പല ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഡച്ച് പാലസിന് സമീപമാണ് മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനൽ. 8000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച മട്ടാഞ്ചേരി വാട്ടർ മെട്രോ സ്റ്റേഷൻ വലിപ്പത്തിൽ 2ാം സ്ഥാനത്താണ്. ഹൈക്കോടതി ടെർമിനലാണ് 1ാം സ്ഥാനത്തുള്ളത്. പഴയ ഫെറി ടെർമിനലിനടുത്താണ് വെല്ലിംഗ്ടൺ ഐലൻഡിലെ വാട്ടർ മെട്രോ സ്റ്റേഷൻ. 2023 സർവീസ് ആരംഭിച്ച വാട്ടർ മെട്രോയിൽ ഇതുവരെ 50 ലക്ഷത്തിലധികം പേരാണ് യാത്ര ചെയ്തത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.